നമ്മൾ ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, നമുക്കെപ്പോഴും എന്താ ഇങ്ങനെ ജില്ലെന്ന് നിൽക്കണം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും വിന്നിങ് വേണം, നമ്മളെപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. ഇപ്പോ ആരെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഒട്ടും കൊള്ളില്ല. പക്ഷെ അവനെങ്ങാനും നല്ല വൃത്തിക്ക് പെർഫോം ചെയ്താൽ പിന്നെ അവനെടുത്ത് തലയെ വെക്കും. അതാണ് ഇപ്പം ഈ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് ഒക്കെ മനസ്സിലാവാൻ രീതിക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഈ 20 വേൾഡ് കപ്പ് തന്നെ എടുക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തിലക് വർമ്മയെ പറ്റിയിട്ടും അതേപോലെ ഹാർദിക് പാണ്ഡ്യനെ പറ്റിയിട്ടും ഒക്കെ ഭയങ്കര പ്രൗഡായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നില്ല. കാരണം തിലക് വർമ്മ കഴിഞ്ഞ സെമിയിൽ വന്നിട്ട് പെട്ടെന്ന് ആ സ്പോട്ടിൽ വന്നിട്ട് കുറച്ച് സ്കോർ ചെയ്യുന്നു, ഹാർദിക്ക് കളിക്കുന്നു. പക്ഷെ ഇന്നലെ ഹാർദിക്ക് നേരത്തെ വന്നിട്ട് കളിച്ചില്ല, ഹാർദിക്കിനെ കുറ്റം പറഞ്ഞു. തിലക് വർമ്മ ഇന്നലെ വന്നിട്ട് 6 ബോൾ മാത്രമേ കളിച്ചുള്ളൂ, 6 ബോളിൽ 8 റണ്ണേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഡൂബെ വന്നിട്ട് ഈ സെയിം 6 ബോളിൽ ബൗണ്ടറീസ് സ്കോർ ചെയ്ത് 10-20 റൺ എന്തോ അടിച്ചു. അപ്പൊ പെട്ടെന്ന് എല്ലാവരോടും ഡൂബെ വന്നാൽ മതിയായിരുന്നു, ഡൂബെ തിലകിനെയൊക്കെ എന്തിനു ഇറക്കിയതാ, തിലക് എന്തിനു വന്നതാ, മനസ്സിലായി? അപ്പം ഇതാണ്. അപ്പൊ നമ്മള് അതെന്താ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ജയിക്കുന്നവനെയും അല്ലെ പെർഫോം ചെയ്യുന്നവനെയും മാത്രം അംഗീകരിക്കുന്ന ഒരു പരിപാടിയാണ് കൂടുതലുള്ളത്. ഇപ്പൊ ഈ സഞ്ജു സാംസണെ പോലും നമ്മൾ മലയാളികൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാര്യം ശരിയാ. എന്നാൽ അതേപോലെ തന്നെ സഞ്ജു കളിക്കുന്നില്ല, സഞ്ജുവിന് അവസരങ്ങൾ മുതലാക്കുന്നില്ല സഞ്ജു എന്ന് പറയുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പൊ സഞ്ജു ഫാൻസ് ആട്ടോ. കഴിഞ്ഞ 3 മത്സരങ്ങളായിട്ട് അവരൊക്കെ ഇപ്പൊ സഞ്ജു ഫാൻസാ. അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ കേസ് എടുത്താലും ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറയുകയും അല്ലെങ്കിൽ ഇവന്മാരെന്താ കളിക്കുക, ഇവന്മാരൊക്കെ എന്ത് ഇതാണ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു സാധനമുണ്ട്. ആദ്യത്തെ സീസൺ അടിപൊളിയായിരുന്നു, കാരണം ഫൈനൽ കളിച്ചായിരുന്നു കേട്ടോ. 2016 സീസൺ അടിപൊളിയായിരുന്നു ടീം, കാരണം അന്നും ഫൈനൽ കളിച്ചായിരുന്നു. 2020 ആയപ്പോഴത്തേക്കും ഫൈനലിന് തൊട്ട് മുമ്പ് വരെ ടീം അടിപൊളിയായിരുന്നു. ഫൈനലിൽ കോഴ മേടിച്ചെന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് ഇവിടെ. ഒരു പെനാൽറ്റി അറിഞ്ഞുകൊണ്ട് മിസ് ചെയ്തു എന്ന് വരെ പറഞ്ഞ ടീമുകളുണ്ട്. അപ്പോ ഇപ്പം ടോട്ടലി നമ്മൾ ഫൈനലൊന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കളിക്കാത്തത് കൊണ്ട് ഇപ്പൊ ടോട്ടലി ബ്ലാസ്റ്റേഴ്സിനെ ഇഷ്ടമല്ല ആർക്കും. പക്ഷെ ഇനി ഇഷ്ടം വരും, എപ്പോഴെങ്കിലും ടീം ബെറ്റർ ആവുകയാണെങ്കിൽ വീണ്ടും ഇഷ്ടം കൂടുതലാക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കൺക്ലൂഷൻ ഇതാണ്. മാനേജ്മെന്റ് ഈ പ്രാവശ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഫണ്ട് ഇഷ്യൂ തന്നെ ആവാം, എങ്ങനെയെങ്കിലും റെലഗേറ്റ് ആവാതെ നോക്കുക, അല്ലാതെ ടൈറ്റിലോ അല്ലെങ്കിൽ കപ്പോ ഒന്നും ഇവിടെ അവർ മോഹിക്കുന്നേ ഇല്ല. അവർക്കൊരു 3-4 വിൻസ് മാത്രം, കുറച്ച് പോയിന്റ്, റെലഗേറ്റ് ആവാതിരിക്കാനുള്ള പോയിന്റ് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ കിടന്ന് ഇവിടെ തൊള്ള കീറിയിട്ടോ പ്രതിഷേധിച്ചിട്ടോ കാര്യമില്ല എന്നുള്ള കാര്യം ഇതിലൂടെ തന്നെ വ്യക്തമാണ്. അവരുടെ പ്ലാൻ ഇതാണ്, അവരുടെ ഈ വർഷത്തെ പ്രോജക്റ്റ് ഇതാണ്, റെലഗേറ്റ് ആവാതെ നോക്കുക. അത് മാത്രമാണ് മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നേക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവിടെ നടക്കുന്നു.